റഹീം ഖാന്റെ വീടെത്തി. കുടുക്കിൽ റഹീം ഖാന്റെ വീട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ വീടിന്റെ ഹോം ടൂർ നമ്മൾ നടത്തുന്നതാട്ട. MG കൂപ്പെ 57S3333 മിനി കൂപ്പർ 57Y3333. ഇതാ വരുന്നു റഹീം ബോസ് തന്റെ പുതിയ BYD സ്പീക്കർ 2 ഉണ്ടല്ലേ. ഇതാണ് ശ്യാം വെച്ച സ്പീക്കർ. 3,80,000 കേട്ടോ. 3,80,000. ദ കോസ്റ്റ്ലിയസ്റ്റ് ഹോം തിയേറ്റർ ഏകദേശം 40 lakhs. കോയാമ സ്റ്റീം ചിക്കൻ ഫുഡ് ഡിഷാ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഞായറാഴ്ച. ദിസ് ഈസ് ഹബീബിന്റെ സ്വന്തം BYD KL 01DF 4040 ട്ടാ. തിരുവനന്തപുരം ലുലുമാളിന്റെ മലയാളിയാണ്. യൂസ്ഫലി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ മലയാളിയായിട്ട് ഹബീബിന്റെ പുതിയ വണ്ടിയിലുള്ള ആദ്യത്തെ ട്രിപ്പാണെന്ന്. എവിടേക്കാണ്? താമരശ്ശേരി കൊച്ചിക്കോയ ഉണ്ടാക്കാൻ നമ്മളെ മിഞ്ഞാത്ത ക്രൗൺ പ്ലാസയിൽ റജി ഭായ് പിന്നെ റഹീംക്കും ക്ഷണിച്ചിട്ടുണ്ട്. ഉച്ചക്ക് ബിരിയാണി എന്നാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്ക്രീനൊക്കെ നോക്കി സിനിമ ഒക്കെ അടിപൊളി കാരം. എന്തൊക്കെയാ പറഞ്ഞു? പരിപ്പുവട, കുട്ടൻ ബിരിയാണി. നിങ്ങൾ പോയിട്ടാ? ചായ അത് ഞാൻ പറഞ്ഞേ. ഞാനോട് അപ്പളേ പറഞ്ഞില്ല ഹബീബ് വരുമ്പോ ചായ കുടിച്ചാതെ വരുള്ളൂ 10:30 മണി. അത് മറ്റേ വ്ളോഗ് ഉണ്ടോർക്ക് അറിയണ്ടാവും. ചന്ദ്രേട്ടന്റെ ചായക്കടിക്ക് പോണപ്പോളാ 11 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്. ലഹു മുക്കരീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ. അപ്പോൾ ഉച്ചക്ക് താമരശ്ശേരി എത്തണം. റഹീം ഖാന്റെ വീട്ടിലാണ് കൊച്ചിക്കോയ ഉണ്ടാക്കുന്നത്. താമരശ്ശേരിക്കാരുടെ സ്വന്തം ഒരു ഭക്ഷണമാണ് കൊച്ചിക്കോയ. അപ്പോൾ ഭക്ഷണം എന്നല്ല, ഒരു കൈൻഡ് ഓഫ് ഡെസേർട്ട്ന്നോ ഡ്രിങ്കെന്നോ ഒരു അവിൽ മിൽക്കിൻ്റെ വേറൊരു രൂപം. അപ്പോൾ എന്നാൽ ബാക്കി വിശദ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. റജിബായ് ഉണ്ട് അവിടെ വെയിറ്റ് ചെയ്യണം. ഹൈവേയിൽ ഹബീബ് പറപ്പിക്കുകയാണ്. എന്തല്ലേ ചെറിയ സ്പീഡോ? ഏതാ പോക്കോ നിങ്ങൾ? മഴ പെയ്താൽ സീനാട്ടാ. ഇത് നമുക്ക് ഇതിൽ റെക്കോർഡിംഗ് ഉണ്ടോ? ഇത് ടെക്നോളജി വന്നിട്ടില്ല അല്ലേ? ടെക്നോളജി ആവും. ഹൈവേ മാഷാ അല്ലാ അടിപൊളി, രസമില്ല, പൊളിച്ചെടുക്കാം. 40-45 മിനിറ്റ് കോഴിക്കോട്. അപ്പോൾ നമ്മൾ കാരന്തൂർ എത്തിയിട്ട. കാരന്തൂർ ലിസി ഞായറാഴ്ച ലീവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹോട്ടൽ ലിസി ക്ലോസ്ഡ് കേട്ടാ. ക്ലോസ്ഡ് ആണ് അവിടെ കാണുന്നത്. നിറച്ച് ക്ലോസിനെ കയറാം അല്ലേ? പിന്നെ എങ്ങനെയോ സാധനം ക്ലോസ് ആണോ? ഫസ്റ്റ് പ്ലാൻ മുഞ്ച് ഹബീബിന്റെ ബ്രഞ്ച് എന്ന് സ്വപ്നം. നമുക്ക് അങ്ങണ്ടല്ലേ ബാക്കി കാണും. ഓപ്പോസിറ്റ് ബോള്. ഹബീബ് എത്ര മാസമായി ഇത് BYD എക്സ്പീരിയൻസ്? സീൽ 7 50 ലക്ഷം റൊക്കം ക്യാഷ് കൊടുത്തെടുത്താട്ടെ. അതിന്റെ അഹങ്കാരം ഒന്നുമില്ല നമുക്ക്. എന്ത് പറയും? വണ്ടി കൊള്ളാം. ഫാമിലി യാത്രക്ക് എത്ര നല്ലതല്ല. നമുക്ക് ഫ്രണ്ട് സീറ്റ് രണ്ടും ഓക്കെയാണ്. ഫ്രണ്ട് സീറ്റ് ഓക്കെ ആണെന്നാണ് പറയുന്നത്. ബാക്കിലിരിക്കുമ്പോ ഒരു ഇതില്ല. ബാക്കില് കംഫർട്ട് കുറവുണ്ട്. പക്ഷെ വണ്ടി ഓവറോൾ രസാട്ടാ. അതിന്റെ ഇതുണ്ടല്ലോ ഇപ്പൊ പനോരമിക് ഈ സാധനവും മൊത്തത്തിലുള്ള ഫ്രണ്ടൊക്കെ ഭയങ്കര സ്പേസ് ആണ്. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഹബീബ് വലിയ സ്ക്രീന് എല്ലാം കൂടി ആയിട്ട് വൻ സെറ്റപ്പാണ്. റോഡ് സൈഡിൽ നമ്മളൊരു പായസം കണ്ടിട്ടുണ്ട്. പാലട പ്രഥമൻ കാക്കാന്റെ. പാലട പ്രഥമൻ ഇതേതാ സ്ഥലം കാക്ക? പടനിലത്തിൽ നിന്നും പാലട പ്രഥമൻ. കാലി വയറായിട്ടാണ് അവൻ പോണത്. പായസം കുടിച്ചില്ലേ പിന്നെ പത്താ. അങ്ങനെ ഇതാ നിങ്ങളെ പേര്? ഗഫൂർ കാ. നിങ്ങൾ ഉണ്ടാക്കണ? അയ്യവാ പാലട ഞാൻ ഷെയർ ചെയ്യാറില്ല കേട്ടാ പൊതുവെ. എനിക്ക് അത്ര ഇഷ്ടമാണ്. തിക്കുണ്ട്, നല്ല പായസം, നല്ല ചൂടുണ്ട് അല്ലേ? അയ്യവാ വിശന്നിട്ടാണോന്ന് അറിയില്ല. ഭയങ്കര ടേസ്റ്റ് അല്ല? ഭയങ്കര ടേസ്റ്റ്. എന്നാ ഒരു ഗ്ലാസും കൂടി പറയാം. ഏതായാലും നനഞ്ഞു. ഒരു ഗ്ലാസും കൂടി. എന്തേ അത് ഷെയറിങ് പോലും കേട്ടാ. കട്ടിക്കൂട്ടണ്ട. അല്ല കട്ടി കൂട്ടണം. അത് ഷെയറിങ് കൂട്ടണ്ട, കട്ടി കൂട്ടണം. താമരശ്ശേരി. ഇതാണ് ഒരു പറഞ്ഞ ബിരിയാണി കട കേട്ടോ. ബിരിയാണി സൂക്ക്. ഇതാണ് റജിബായ് പറഞ്ഞ സ്ഥാപനം. റജിബായ് ഇപ്പൊ എത്തിയിരിക്കും. ലത്തും
നമ്മളിതാ വരുന്നു ബിരിയാണി സുഖ് ഒഥന്റിക് ബിരിയാണി. ചെമ്പത്തിരുള്ളൂ. ആ ചെമ്പത ഫ്രണ്ടിൽ പൊട്ടിച്ചിട്ടില്ല. അപ്പൊ അബീബിന് സ്വന്തമായിട്ട് തിരുവനന്തപുരത്ത് ബിരിയാണി ഷോപ്പുള്ളതാണ്. അതുകൊണ്ടാണ് അബീബിനെ തന്നെ നമ്മൾ ഇതിനെ കൂട്ടിക്കുന്നതിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടിട്ട്. എന്തെങ്കിലും ഗ്രാൻഡിയോസ് ബിരിയാണി വെൺപാലവട്ടത്തിലാ ഹബീബിന്റെ സ്വന്തം ഗ്രാൻഡിയോസ് ബിരിയാണി. അത് വേറെ ഉണ്ട്, ഗ്രാൻഡി ഉണ്ട്, ബിരിയാണി സൂക്ക് കേട്ടാ. റജീബാനെ കാത്തുക്കണ്ടേ? എന്താ കുൽഫിയ വന്ന് കേറിയിട്ടില്ല സാധനതാ. ഓ കുൽഫി, കിവിന്റെ കുൽഫി ആൽമണ്ട്. ഇവരുടെ മസാല ഇവിടെ വിൽക്കാനും ഉണ്ട് കേട്ടാ. മന്തി മസാലയും ബിരിയാണി മസാലയും. കഥ പറയും കൂട്ട്. അതിന്റെ അച്ചാർ ഇതവിടെ, പിക്കിള്, ഇതൊക്കെ വരെ ബ്രാൻഡിലുള്ള സാധനങ്ങളാണ് ഫുള്ള്. ഇവിടെ വിനീത് ശ്രീനിവാസനൊക്കെ വന്നിട്ടുണ്ടോ കേട്ടാ. കിടക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. അല്ല നമുക്ക് സ്പെഷ്യൽ സ്വീകരണമാണ്. റജീബായിന്റെ ടീമാണ്, റഹീംബായിന്റെ ടീമാണ് പറഞ്ഞപ്പോ ഫുൾ സുലൈമാനി അടക്കം പുറത്തേക്ക്, ഹോട്ടലിന്റെ പുറത്തേക്ക് മൂപ്പര് വന്നിങ്ങനെ പോരാണ്. ഇപ്പൊ എത്തുന്ന് പറഞ്ഞ് ഞങ്ങൾ വെയിറ്റിംഗിലാണ്. ഇതാ വരുന്നു റഹീം ബോസ് തന്റെ പുതിയ BYD BYD-യിൽ. ഇത് ഒരു BYD, സെക്കൻഡ് BYD. അയവാ. അപ്പൊ റജീബായും റഹീംബായും രണ്ടാളുണ്ട് കേട്ടാ. മറ്റേ ഇതിന്റെ സ്റ്റൈലുള്ള നമ്മളെ ഓണം സ്റ്റൈലാണ് ഇത്. ഹബീബ് ഇതാണ് അടുത്ത BYD-ന്റെ ഓണർ. കണ്ടാ കണ്ടാ കണ്ടാ, ഓണം സ്റ്റൈലിലാണ് റജീബായി, നമ്മുടെ സ്വന്തം റജീബായി. കുറച്ചേരായി കളി എപ്പോഴായില്ലപ്പോ, എത്ര നേരം കളിയോ ഊറ്റല്ലോ. ക്രിക്കറ്റ് അല്ല, ഒരു ദിവസം ഇവിടെ നിന്ന് കളിച്ചു കേട്ടാ. ഫിഷ് ഉണ്ട് അവിടെ. സൺഡേ സ്പെഷ്യൽ ആണോ അതോ അൺബോക്സ് ചെയ്യട്ടെ? എന്തെങ്കിലും പൊള്ളിച്ചതാണല്ലോ. ഇതേത് സാധനം എന്നാവും? മസാലയിൽ കുളിപ്പിച്ച് കിടത്തിക്കണ്. ചൂടാട്ടാ. തക്കാളി മസാലയാണ്, രസമുണ്ട്. ഇടയ്ക്ക് മീൻ മറിച്ചു കോയമ്പ് മറിച്ചിട്ടു കേട്ടോ. ക്ഷമയില്ലാത്തത് കൊണ്ട് മറിച്ചിടാൻ മടിയൊന്നും അതില്ല. കോയമ്പൂനാ മടിയൊന്നുമില്ല. ഏതാ ഷേപ്പ് നോക്കി ബാറക്കല്ലോ. നിങ്ങൾ എല്ലാം കൂടി എടുക്കല്ലിട്ടാ. നാരങ്ങ മീൻ്റെ ഒന്നായിട്ട് എടുത്ത് കയ്യിൽ പിടിച്ചാ രണ്ട് ഇരുന്നണം. ദിസ് ഈസ് കാട. അല്ല സോറി, സ്പ്രിങ്. അത് തൊള്ളിയിൽ വന്നു പോകണം. ഓ ഫ്രഷ് പൊരിച്ചാ. കാല് വികാരാട്ട. കാല് കാട ഒരു തൊള്ളിക്കുള്ളേ ഉള്ളൂ. കാടാകുമ്പോ രണ്ട് കാലും കൂടി നിന്നോ, അതാണ് അതിന്റെ രീതി. എന്താ രസം. മുന്നേ കാട പറ്റിച്ച കുറച്ച് നാരങ്ങ കൂടെ അറിയണം. പൊളി ചൂടിലുണ്ട്. അത് രസം തിന്നാൻ. മാർവലസ്. കണ്ടു. ദിസ് ഈസ് കുട്ടൻ പ്രോൺസ്. കുട്ടൻ ബിരിയാണി. കുറച്ച് മതിട്ടാ, കുറച്ചല്ലേ ആയിക്കോളൂ. കുറച്ച് മതി. എന്നാൽ കൊച്ചിക്കോയ എന്നാളല്ലേ കുറിച്ചുള്ളത്. ഇത് തൊടേണ്ട അവസ്ഥയില്ല നമുക്ക്. നൂല് എന്താ ലഗോൺ ബിരിയാണി. ലഗോൺ
ലഗോൺ ബിരിയാണി. ഒന്നുകൂടെ വേവാണ്. ലഗോണ് സുർബിയാൻ്റെ സ്പെഷ്യലിസ്റ്റ് ഹബീബാണ്. സ്വന്തമായി സുർബിയാൻ ഉണ്ടാക്കുന്ന കുട്ടലല്ല, ബീഫ് സുർബിയാൻ തിരുവനന്തപുരത്ത് കൊടുന്നാണ് നമ്മൾ കഴിക്കാൻ സ്പെഷ്യലിസ്റ്റിനെ. ആ ഗ്യാപ്പിൽ ഇവിടെ കുറെ സാധനം പോണ്ട് കേട്ടോ. ആരും കാണാതെ കുറെ സാധനം പോണ്ട്. ഓറഞ്ച് അത് കഴിഞ്ഞു. കട കഴിഞ്ഞു. അവിടെ കടൻ്റെ അഡ്രസ്സും ഇല്ല. ആണ് ഇവരെ ഫ്രൂട്ട് പിക്കിൾ. ഭയങ്കര ഡയറ്റിലാന്നൊക്കെ പറഞ്ഞു. എൻ്റെ അടിയിലൊരൊന്ന് പോകുന്നുണ്ട്. ഓ അടിപൊളി പിക്കിള്, സൂപ്പർ. അതിങ്ങനെയാണല്ലേ, കൊള്ളിമ വെച്ചൊക്കെയാണ്. പ്രോൺസ് കൊള്ളിമ കയറ്റിക്കണം. ദിസ് ഈസ് വെളുത്തുള്ളി പൊളിക്കും. വെളുത്തുള്ളി അച്ചാറെല്ലാം ഉഷാറാണ്. അച്ചാറിന്റെ മസാല രക്ഷിച്ച വെളുത്തുള്ളി പിന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സാധനമാണ്. അച്ചാറിൽ ടോപ്പ് സാധനം. രസം എന്നറിയോ എന്താണ് അവർ ഇതിന്റെ പേര്? കഥ പറയും കൂട്ട്. കഥ പറയും കൂട്ട് വീഡിയോ ആണ് ഇത്. കിറ്റ് വരെ വകട്ടാ. ഇതിലാണ് ആ മസാല നേരത്തെ കാണിച്ച, പിന്നെ മന്തി മസാല, ബിരിയാണി മസാല, ഇവരുടെ അച്ചാറുകൾ. കഥ പറയും കൂട്ട്. കഥ പറയും കൂട്ട് അതായത് മന്തി മസാല, ബിരിയാണി മസാല, ഇവരുടേതായ പിക്കിൾസ്. അതിൻ്റെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ്. മുതലാളിയുടെ കൈകളിൽ നിന്നും ഏറ്റുവാങ്ങുന്നു. ശുക്രിയ, ബഹുത് താങ്ക്സ്. പോട്ടാ, കാണാം. അല്ല ഒന്നുമില്ല, റൈംകാക്കും നീ സങ്കടം ഉണ്ടാച്ചിട്ട് എനിക്ക് കൊടുത്താണ്. തേങ്ങിക്കരയണ്ട വെച്ചിട്ട് കൊടുത്താണ്. ബോക്സ് അടിപൊളി ബോക്സ് കിട്ടാം. ഇനിമ തൊട്ടാ കഴിഞ്ഞാൽ വിട്ടൊന്നും അറിയില്ല. വിട്ടു ഞാൻ ആർക്കും കൊടുക്കൂലട്ടാ. ഇതൊക്കെ പെരയിൽ പോയിട്ട് കഥ പറയാനുള്ളതാണ് ഈ കൂട്ടേറ്റ്. ഓ മറ്റാളെ കഴുകന്റെ കണ്ണുമായിട്ട് പിന്നിലുണ്ട്. ഈ പെട്ടിക്ക് ലോക്ക് ഉണ്ടോ ചോദിച്ചോക്കെ ഇവിടെ? അല്ല ഗോദ്രേജിന്റെ വരുന്നുണ്ട്. ഇതാണ് റഹീം ഖാന്റെ വീടെത്തി. 2 BYD. ആ ഗേറ്റ് ആണ് കുടുക്കിൽ റഹീം ഖാന്റെ വീട്. ഹോം ഓഫ് ഓഫ് ഏതാ പേരൊക്കെ എവിടെ എഴുതിക്കണേ? കുടുക്കിൽ എഴുതിക്കണേ. കുടുക്കിൽ എന്നല്ല എഴുതിക്കണേ അവിടെ. നല്ല രസമായില്ല, സിമ്പിൾ ആയിട്ട്. ഗേറ്റ് ഓട്ടോമാറ്റിക്കാ. നല്ല രസമുള്ള വീടാടോ. അടിപൊളി വീടാ. ആ വീട്ടിൽ എനിക്ക് കാണേണ്ടത് 40 ലക്ഷം റുപ്യന്റെ ഹോം തിയേറ്ററും 3,80,000 സ്പീക്കറുമാണ്. സോറി ഗൈസ്, 2 BYD. ഞങ്ങൾ BYD സംസ്ഥാന സമ്മേളനമാണെന്ന് ഇവിടെ. ഒരു ബാക്കിലുണ്ട്. ഗേറ്റ് ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഗേറ്റ് തുറക്കണില്ല. എങ്ങനെ തുറക്കുക? ഹബീബിന്റെ തിരുമൂന്തല്ലേ കണ്ടുക്കണ. നമ്മൾ കലൂരുണ്ടാക്കിയ ആ ട്രാഫിക് ജാമിന്റെ അത്ര പോരാ, ചെറിയ മാറ്റമുണ്ട്. അതാ ഗേറ്റ് അങ്ങനെ അവസാനം വളരെ ശ്രമകരമായിട്ട് ഇതാ റഹീംഖാൻ തുറന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതിനൊരു പേര് ട്രിഗാൾമെന്റ് പോയതായിരുന്നു. ട്രിഗാൾമെന്റ് അതാണ് നമ്മൾ റഹീംഖാന്റെ സാധനം ഇട്ടാ കിടക്കണില്ല ഗ്യാരേജില്. കൂപ്പെ ഇവിടെ കൂപ്പെ അത് പുറത്തുനിന്ന് എടുക്കുക. അപ്പോഴാണ് ആക്കുള്ളൂ. മീനിയൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ വീടിന്റെ ഹോം ടൂർ നമ്മൾ നടത്തുന്ന കേട്ടാ. 2 വർഷമായിട്ടുള്ളൂ റഹീംഖാൻ ഈ വീടുണ്ടാക്കിയിട്ട്. സ്ട്രക്ചർ കുറേ കാലമായി. അതാണ് നമ്മളെ MG കൂപ്പെ 57S 3333. അടുത്ത വണ്ടി അതൊക്കെ എടുക്കണ മക്കളെ. മിനി കൂപ്പർ 57Y3333. അർബാബ് ഈസ് കമ്മിങ്. ഈ ആ ഗ്യാപ്പില് ഫ്രീ ആയിട്ട് കറണ്ട് കുത്തായിട്ടാണ്. ഏതാ മച്ചേ ഫുൾ കുമ്മനടി. കാർ പോർച്ച്. ചാർജിന് വെച്ചോ. ഇത് എത്ര വാട്ട്? എത്ര വാട്ട് അറിയാം? അറിയാൻ പറ്റുമോ? ഡീസലും പെട്രോളും ചോദിച്ചാൽ പറയും. ഇലക്ട്രിക്കലും നമുക്കറിയില്ല. അലിബായ് കൊച്ചിക്കോയ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് റഹീംഖാൻ ഇറക്കുമതി ചെയ്ത മുത്താണ്. താമരശ്ശേരി
മിക്സ് ചെയ്യാനുള്ളൂ. ഓ കൊട്ടാരം, റഹീംബായുടെ കൊട്ടാരം. സ്പീക്കർ 2 ഉണ്ടല്ലേ. ഇതാണ് ശ്യാം വെച്ച സ്പീക്കർ. ഇതറിയും കണ്ടിട്ടുണ്ടോ? 3,80,000 കേട്ടോ. 3,80,000. ഏതാ ഫർണിച്ചർ സെറ്റപ്പ്. ഓ ലൈറ്റ് വന്നു. കൊട്ടാര തുല്യമായ വീട്. ലൈറ്റ് വരൂ, കടന്നു വരൂ. ഇതാണ് ഡൈനിങ് ഹാൾ. CCTV സിസ്റ്റം, ഹാള്. വരി. ഇത് ക്യാപ്പിയുമായി മന്ദം കുടുങ്ങി വരുന്നു. റജീബായ് ഇതിവിടെ വന്നാലുള്ള സ്പെഷ്യലാട്ടാ. ഇത് എവിടെയും കിട്ടൂല. അത് ഈത്തപ്പായൊക്കെ ജംബോ സൈസ് സാധനം. ഇതേതാ ബ്രാൻഡ് അറിയോ നിങ്ങൾക്കാ? ഈത്തപ്പായ മജൂൽ ഇസ്രായേൽ കുച്ചിക്കോയ പൈസക്കാരാ. കൊച്ചിക്കോയ നമ്മളുടെ ഒലി മിൽക്ക്. ഒലി മിൽക്കായി. നിങ്ങളുടെ നാട് ഇവിടെ തന്നെ? കോഴിക്കോട്. അപ്പൊ അത് വേറെ പലഹാരം ഉണ്ടാവില്ല. അത് വേറെ എപ്പിസോഡ് വേറെ വരേണ്ടി വരും. അത് കോഴിക്കോടൻ പലഹാരത്തിന് നമുക്ക് വേറെ വരാം. എന്താട്ടാ ബോസ് ഇവിടെ ഫുൾ സെറ്റപ്പില്. ഇതാണ് അതിന്റെ ഹൈലൈറ്റ്. ഈ തളിക, ചെറുള്ളി, നാരങ്ങ, ഇത് ഇഞ്ചി, ചെറിയുള്ളി, ചെറുനാരങ്ങ. ഇഞ്ചി ഇതാക്കിയില്ല, ഇടിച്ച് നീരാക്കി. തേങ്ങ അതൊക്കെ കൈക്കൊള്ളാനല്ല. ആരൊക്കെ പ്രിപ്പറേഷനാ. തേങ്ങാപ്പാലാക്കിയത്. തേങ്ങാപ്പാല് അത്യാവശ്യം നല്ല. ഓ തേങ്ങ ഒരുപാടുണ്ടല്ലേ. 10 തേങ്ങ. എന്റെ മോനെ. MRP ആണ് കൂട്ടാൻ പറ്റില്ല. തിളച്ചാറിയ വെള്ളം ഇതിൽ പിയാൻ വേണ്ടിട്ട് അത്യാവശ്യം പണിയെടുക്കാണ്ട് അല്ലേ. തേങ്ങ വീണല്ലേ. തേങ്ങ ചുടുവെള്ളത്തിൽ വീണട്ടാ. തിളപ്പിച്ചാറിയ ചുടുവെള്ളത്തിൽ പിഴിഞ്ഞെടുക്കണം. ഇവിടെ നാരങ്ങ കട്ട് ചെയ്യുന്നുണ്ട്. ഉള്ളി റെഡിയായി. ഇഞ്ചി ചതച്ചതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. മിക്സിക്ക് പറഞ്ഞിട്ട് അടിക്കുക അല്ലേ. ഇവരിന്നലെ എവിടെ കാട്ടുങ്കല എന്താ പറഞ്ഞ കട്ടിപ്പാറ പോയി കൊടുന്നാണോ? പഴുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കുത്തി ഉടക്കല. ഈ കൊച്ചിക്കോയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ആചാരം ഇതാണ്. ആ തവിയേറ്റ് ഒടക്കല്. ഒടച്ചൊടച്ചൊടച്ച് ഒരു ഇഞ്ചപ്പരിവാക്കും. പുരാതന രീതി പറഞ്ഞാൽ അങ്ങനെ കൈകൊണ്ട് കിളുമ്പലാണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഹൈജീനിക് ആക്കി ഉണ്ടാക്കണോണ്ട് കിളുമ്പാൻ നിൽക്കണില്ല. സെക്കൻഡ്സ് വേണം. മിനിറ്റുകൾ കൊണ്ട് സാധനം ഉടഞ്ഞ് കൊയാന്നയക്കണേ. മൂപ്പര് എനർജി വെക്കും. മൂപ്പര് മിക്കവാറും ഇതേ സ്പീഡിൽ ഇത് കഴിക്കും ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ 4 ആൾക്കാർക്ക് ഒരു ചെമ്പ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഉടക്കല് കഴിഞ്ഞിട്ടില്ല കേട്ടാ. അതിന് കട്ടുണ്ടാവരുതെന്ന്. ഫുള്ള് ക്ലീനായിട്ട് ഉടഞ്ഞ് പായസക്കൊയമ്പ് മാതിരി ആവണം. ആ ഒച്ചൊന്നും ആ സ്പീഡൊന്നും ഇല്ലല്ലോ. തൊയാണ് അവിടെ കിടന്ന് കണ്ടു കണ്ടാ. മുപ്പര് കാണിച്ചു കൊടുത്തു ലാസ്റ്റ്. മുപ്പര് കോച്ചിങ് അതാ. ആ സ്പീഡൊന്നും ഇല്ല. ഒച്ചന്നെ മാറി. അതൊരു റിതം വരുന്നില്ല. ചുഴലിക്കാറ്റ് അടിച്ച മാതിരി ഒരു സാധനം അടിയണില്ല.
ഞാൻ തിരിഞ്ഞളിച്ചുണ്ട് അവിടെ കിടന്ന് കാണും. അത് അതിന്റെ അടിയിൽ കൂടി ഇട്ടാണ്. പയ ഇല്ലാത്ത സൈഡ് കുത്തു നോക്കി പയ കിടന്ന് ഏത് കാലത്ത് അവലൊന്ന് റോസ്റ്റ് ചെയ്യും, എന്നിട്ട് അവല് ചോറ് മാതിരി അതിന്റെ മേലോട്ട് ഈ ഒന്നാകെ മിക്സ് ചെയ്ത് ഡൈജഷൻ. ഇഞ്ചി, നാരങ്ങ നീര്, ചെറിയുള്ളി. നമ്മള് മലപ്പുറം കോട്ടക്കൽ. അവിടെ അവല് മിൽക്ക്. ഇതിന്റെ വേറെ രൂപം. ഉപ്പിട്ട് ഒരു നുള്ള് മധുരം ബാലൻസ് ചെയ്യാൻ. ഇത് ഇഞ്ചി നീര്, ഇഞ്ചി നീരിട്ടാ, നാരങ്ങ നീര് ഒക്കെ കുറച്ചല്ല, പിന്നെ ലാസ്റ്റ് വയ്ക്കുക ബാക്കി. ഇതാണ് ഇതിലെ കാതൽ. ഒരു കാതൽ. ചെറിയ ഉള്ളി പിന്നെ വേറെ വൈബിലേക്ക് മാറ്റുന്ന സാധനം കേട്ടോ. അവിടെ നവല് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അഞ്ചം പുറഞ്ചുള്ള മിക്സിങ് ആണ്. ആ കാതലിട്ടിട്ടില്ല, പഞ്ചസാരയാണ് ഞങ്ങളുടെ കാതൽ. ചെറിയുള്ളി വരെ കാതൽ. ക്യാമറമാൻ ശ്രദ്ധിക്കുന്നില്ല. തേങ്ങാപ്പാൽ ഇതിൻ്റെ അടുത്ത കാതലാണ്. 8 തേങ്ങ 10 തേങ്ങ ഉണ്ട്. അത്രയെങ്കിൽ 10 തേങ്ങൻ്റെ പാലാണ് പോണത്. കാതലനുള്ളൂ. അത് ഞങ്ങളുടെ കാതലാണ്. ഓ കളർ മാറിട്ടാ. സാധനത്തിന്റെ റേഞ്ച് മാറി തുടങ്ങി. നാടൻ വൈബിൽ നിന്നും ന്യൂജനിലേക്ക്. അവിടുന്നമാരനുള്ളൂ. അതാ വീണ്ടും തേങ്ങാപ്പാൽ. ഓ ഷുഗർ വരാണ്ട്. പുളി മുന്നേക്ക. അതില് എന്താണ് ബോഡി മെയിൻ്റെനൻസ് മൂപ്പർക്കുള്ള ശർക്കര കഴിച്ച റൈംകാക്കള് മാറ്റി വെക്കുകയാണ്. 50ന്റെ തിളങ്ങുന്ന പ്രായം. ശർക്കര വള്ളി. നോ ഷുഗർ. പുകയൊക്കെ മാറണ്ടല്ലോ. സ്പെഷ്യൽ ഉണ്ട് അതില് മാത്രം പുക മാറണം. പഞ്ചസാര വരികയാണ്. ഷുഗർ കുറെ വേണമെന്നില്ല ചേട്ടാ. നിങ്ങള് മട്ടത്തിലിട്ടാ മതി. ആ പഴത്തിന്റെ മധുരം തന്നെ ഉണ്ടാവുമല്ലോ. സൗണ്ട് ഉണ്ടില്ല പഴ. ഇതിന്റെ അല്ല, ദുബായില് ഇപ്പൊ ഡാർക്ക് ചോക്ലേറ്റ് ഒന്നുകൊണ്ട് നല്ല മധുരം കിട്ടും. ഇത് മധുരം ഉണ്ട്. നോക്കാം. മധുരം പഴത്തിന്റെ അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ട് ഷുഗർ കൂടണ്ട. ആ പുളി ഇങ്ങനെ നോട്ടെ. മിയ ആ നാരങ്ങന്റെ പുളി ഇങ്ങനെ. സംഭവം നാടൻ ഡിഷ്. പിന്നെ പുതിയ തരം പ്ലേറ്റുകളില്ല, അത്യാഡംബര പാത്രങ്ങളിൽ. ഇത് ശർക്കരയാണ്. മൂപ്പർക്ക് സ്പെഷ്യൽ ശർക്കര, നമുക്ക് സ്പെഷ്യൽ പഞ്ചാര ഒന്നുമില്ല, പഞ്ചാര. ഇനി എല്ലാവരും കൊയാമ്പൂലേക്ക് ഫോക്കസ്. ആ പ്ലേറ്റ് മിന്നായം പോലെ മുണുങ്ങലാണല്ലോ. ഒരു സൗണ്ട് കൂടെ വരും. ഡോൾബി സ്റ്റോർ. കൊയമ്മോട് സ്വകാര്യത്തിൽ നിന്നുണ്ട് കേട്ടാ. മുണുങ്ങുണ്ട്. ചോറുന്നാണ് ഇവിടെ റജിബായ്. അതാ വച്ച. ആ വച്ചാണ് വരേണ്ടത്. കണ്ടില്ലേ ഹബീബ്. അവിടെ ക്യാമറ മിക്സ് ചെയ്യലുണ്ടാ? അടുത്താ പോരെ. ചക്കാതെ പോണില്ല. രസമുണ്ട്. ഈ അവല് റോസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല രസം തിന്നാനെ.
അത് കടിക്കാൻ പറ്റില്ലായിരുന്നു. ഓ സാധനം മിയമിയാട്ടാ, നരി സാധനം. വേഗം വയറ് ഫുള്ളാവും, അങ്ങനെ പ്രശ്നമുണ്ട്. ഈ അവലിന്റെ വേണമെന്നുണ്ടോ വൈറ്റ്? നാടൻ അതല്ല ഇപ്പഴല്ല, സൂപ്പർ ഇന്ന് കഴിഞ്ഞിട്ടാണ് വയറ് ഫുള്ളായി ഫീൽ ചെയ്യാ. സൂപ്പർ സാധനം. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടാ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അതെ കറി എന്ന് പറയുന്നത് കേട്ടാ, ചോറും കറിയും തന്നെ. ഇത് വേറൊരു പാറ്റേൺ. ഓ ഇവിടെ ഒച്ചക്ക് നിന്നുകണ്, ഒന്നാകെ പോലെ ഇടിക്കണ മോട്ടർ അടിച്ചാൽ മതി, ഒച്ചയില്ല പോ. പ്ലേറ്റ് ഇങ്ങനെ കയ്യിൽ വെക്കുന്നത്, എന്നിട്ട് അവിടെ പോവും. ഓ എന്താ സ്പീഡ്. കടിക്കലില്ലല്ലോ, മുഴുങ്ങ. നമ്മളവിടെ കഴിഞ്ഞില്ലേ, തൊണ്ടി കഴിഞ്ഞു. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. കഴിഞ്ഞു. ഇത് തീർക്കട്ടെ ആദ്യം. ഒരു ലിറ്റർ അതിലൊക്കെ ലിറ്റർ നയിച്ചിട്ടുണ്ടാവും. ഒരു ലിറ്റർ 2 ലിറ്റർ അത് ഒരാള് കഴിക്കാനെന്ന് അങ്ങനെ ഒരുപാട്. പിന്നെ മറ്റേ ഫ്രഷ് കട്ട് എന്ന് പറയുന്നൊരു അറബ് മാലിന്യ സംസ്കരണ പ്ലാൻ അടുപ്പിക്കാനുള്ള വലിയ സമരമില്ലേ. കോഫി മെഷീൻ അവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകാനുള്ള ഫുൾ ഓപ്പണേ. അവിടെതാ വെറുതെ അങ്ങനെ പോയിരിക്കാം. വാഷ്റൂം ഏരിയ. ഏത് ടാപ്പ്? ആ ടാപ്പല്ല, കോളർ. ഏതാ സെറ്റപ്പ് അല്ലേ? ആദ്യമായിട്ടാ? ഞാനും ആദ്യമായിട്ടാണ്. കിരിയോക്കാ. ഓ എൻ്റെ അടിയിലൊക്കെ ലൈറ്റ്. ഈ ലൈറ്റ് പുതിയ ഇതല്ലല്ലോ, ഇതന്നത്തി ചെയ്തതല്ലോ. കല്യാണത്തിൻ്റെ ഹോം ടൂറാ. ഹോം ടൂർ. ഇവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഏരിയ. ഓക്കെ, എന്താ ഫർണിച്ചറൊക്കെ മാഷാ അല്ലാ, രാജകീയം. ഇത് ഞാനോട് ഓട്ടയാണെന്ന് വിചാരിച്ചിക്കണ്. ഓട്ടയല്ലല്ലേ എൻ്റെ മോനെ പേടിയായിട്ട്. ഞാനത് ഓട്ടയെന്ന് വിചാരിച്ചിക്കണ്. ഇവിടുന്ന് കാണുമോ സീറ്റുകളൊക്കെ നോക്കി. ഫർണിച്ചർ ഇന്തോനേഷ്യ ഫുള്ള് ഏതാ സാധനങ്ങൾ. എന്തല്ലേ ഫുൾ വ്യൂ. നമ്മൾ ഇരുന്ന സ്ഥലം അല്ലല്ലോ, ഡൈനിങ് സ്ഥലം അല്ല, ഇത് ഓപ്പോസിറ്റ്. ബെഡ്റൂം അത് ഉപയോഗിക്കലുണ്ടാര് ഇവര് വരുമ്പോ, വിരുന്ന് വരുമ്പോളാ. ചടിയത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് ഒരു സംഭവം. ഈ സാധനമൊക്കെ ആർട്ടിസ്റ്റ് ചെയ്താട്ടാ, ഇറ്റ്സ് നോട്ട് പെയിൻറ്റ്, വരച്ചുണ്ടാക്കിയ. ഔട്ട്ഡോറാ, ചെറിയ ടി വി. ഓ ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ അങ്ങനെ ഒരു 4 ടേബിളും ഒരു ഉക്കൊക്കെ വെച്ചാണ്ടല്ലോ, വൈബാണല്ലേ. എന്നാ ഇതിമലോ, ഈ ഇരിക്കണതിമലോ. ആഹാ ആ അയ്യോ, മഴയൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാം. മാസം ഏതാ രസല്ലേ വൈബ്. ബിവൈഡിയും എന്നാള ഈ 40 സെന്റ് കല്യാണത്തിന് വേണ്ടി അവിടെയൊന്നും സ്റ്റേജ് ഉണ്ടായിരുന്നു. നിക്കാവിന് വേണ്ടി ഈ സ്ഥലം വാങ്ങി. ഇങ്ങനെ വെറുതെ ഒഴിഞ്ഞെടുക്കണ പറഞ്ഞാണ് മൂപ്പർക്ക് ഒരു വിഷമം. ഇത് ഫുള്ള് അടുത്ത അരവിൽ പൊളിച്ചിട്ട് പേര അവിടെ എത്തിയിട്ടുണ്ടാവും. ടെറഫാ നിങ്ങൾക്ക് അടക്കും. റജീബായിയുടെ കുട്ടി വന്നിട്ടുണ്ട്. എന്റെ പേരെന്താ? പേര് ചൊല്ലി. ഞാൻ കൊടുവള്ളി ഭാഷ ചെയ്താട്ടാ. ഇനാറ. നോർമൽ ബെഡ്റൂമിലാ. ആ ദുബായിലാണല്ലോ അല്ലേ ചെക്കൻ. അവന്റെ ബെഡ്റൂമാണ്. പഴയ ആ ഷീറ്റ് കണ്ടാറ്. വാഷിംഗ് മെഷീൻ ഒന്ന്, ഉണക്കിയിടൽ കേന്ദ്രം. എല്ലാ വീട്ടിലുള്ള മാതിരി ആസ് യൂഷ്വൽ, ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മൾ കാത്തിരുന്ന ആ സാധനം, ദ കോസ്റ്റ്ലിയസ്റ്റ് ഹോം തിയേറ്റർ. ഈ വീടിൻ്റെ ഒരു പകുതി പൈസ ഇതിനായിട്ടുണ്ടാവും, ഏകദേശം 40 lakhs.
നമ്മുടെ ശ്യാം ചെയ്ത സൗണ്ട് സിസ്റ്റം. ഇതാണ് ഇവിടെ. ഓ മുകളിൽ മറ്റേ സ്റ്റാറൊക്കെയാണ് പ്രൊജക്ട്. നിങ്ങളൊന്നും കാണില്ല കേട്ടോ, പുള്ളി ഇട്ടാണ്. ലൈറ്റൊക്കെ റിക്ലൈനിങ് ആട്ടാ. ആ ഫ്ലാഷ് ലൈറ്റ് ഉണ്ടാ ഇതാക്കണ്, കിടന്ന് കാണാ. കൊയ്യാമൂടെ ഇതാക്കണ്. കൊയ്യാമ സ്റ്റീം ചിക്കൻ ഫുഡ് ഡിഷാ. ഇംഗ്ലീഷില് ഞങ്ങളെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇംഗ്ലീഷിലാണ് വന്നത്. സാധനം വന്ന് ഇത് ഇന്നത്തെ വീഡിയോ ആണ്, ഇന്നാരും കണ്ടിട്ടുണ്ടാവില്ല. ഇന്നത്തെ വീഡിയോ കേട്ടാ ഈ കണ്ടിട്ടുണ്ടാവില്ല. മേലൊക്കെ നോക്കി നിങ്ങള്. ഐസ്ക്രീമോ അവിടുത്തെ സെക്ഷൻ ഹോം തിയേറ്റർ കഴിഞ്ഞു. ഒരു ചെറിയ ഏരിയ. ഇതാണ് ഇപ്പൊ പുതിയ എടുത്ത സ്ഥലം കേട്ടാ. ഒരു മിനി ജിം, മിനി എന്നൊന്നും പറയാനില്ല, ജസ്റ്റ് ഡംബൽ ഐറ്റംസ് ഒന്ന് വാമപ്പ് ആവാനേടാ. ഇതാണ് കിച്ചൺ മിനി കിച്ചൺ ആട്ടോ. അവിടെ വേറെ വലിയ കിച്ചൺ ഉണ്ട്. ഇതൊരു ചെറിയ ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ്. നമ്മളിപ്പോ തന്നെ അൺബോക്സ് ചെയ്യാണ്. വീട്ടിൽ കത്തണ ഒരുപാട് നേരം പോകും. വാവ് പൊളിച്ചിട്ടാ. ഇത് രാവിലെ കോഫി അടിക്കാനുള്ള ഇതായിട്ടാ. ഏത് ഞാൻ ഡയറ്റ് തുടങ്ങുമ്പോൾ ഈ ബ്ലാക്ക് കോഫി അത് പറയുമ്പോൾ ഇവരൊക്കെ ചിരിക്കുമെങ്കിലും ഞാൻ തുടങ്ങും. ഒരു കാലത്ത് ഞാൻ തുടങ്ങും. ഇതാണ് പറഞ്ഞ മന്തി മസാല ആദ്യം കാണിച്ചിരുന്നു. ഇതാണ് ബിരിയാണി മസാല. ഭയങ്കര അഭിപ്രായമാണ് ഇവിടെ ബിരിയാണി സൂക്കിൻ്റെ. പിന്നെ ഒരു മിക്സ്ഡ് നമ്മൾ അവിടുന്ന് കഴിച്ച ഒരു പിക്കിളിൻ്റെ വലുത്. പിന്നെ ഒരു ഗ്ലാസ് ബോട്ടിൽ. ഇത് ജിമ്മിന് ഞാൻ പറ വാങ്ങിക്കണ്. ഇത് എനിക്ക് ഇങ്ങനെ ചൂട് പാലൊക്കെ കുടിക്കാനെടുക്ക്. ഇതിന്നൊരു സാധനം കയ്യെന്ന് വെച്ചാൽ കൈ ഞാൻ പെട്ടുന്നു. അപ്പൊ ഞങ്ങൾ ഇനി എന്താണ് അതിന്റെ പേര്, മർക്കസ് നോളജ് സിറ്റി. മർക്കസ് നോളജ് സിറ്റിയിലേക്ക് പോവുകയാണ്. കല്യാണം ഉണ്ടാവില്ല. എന്റെ ഇളനീർ പായസം ഉണ്ട്. ഓന്റെ ഇളനീർ പായസവും കഴിക്കാം. അങ്ങനെ പോവാണ്. പോയോക്കട്ടെ. ഹബീബ് ഞങ്ങളെ ചതിച്ചു ഗൈസ്. ഏതോ കല്യാണത്തിന് കുടിച്ച് കയറ്റിക്കണം ഇവിടെ. കല്യാണം ആണാ. എനിക്ക് റൈസ് ഒന്നും വേണ്ട. അങ്ങനെ ക്ഷണിക്കാത്ത കല്യാണത്തിന് അടുക്കള വാതിൽ വഴി കൊയ്യാമു സംഘവും കയറി. അങ്ങനെ നേരിട്ട് ക്ഷണിച്ചിട്ടൊന്നുമില്ല. കാറ്ററിംഗ് ടീമിനെ ഹബീബ് വിളിച്ചുകാണ്ട് ക്ഷണിപ്പിച്ചതാണ്. എന്നിട്ട് കിച്ചൺ കൂടി കയറി. അങ്ങനെ കയറി. ഞാൻ വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഞാൻ അതുകൊണ്ട് എന്നോട് വെയ്യാഞ്ഞിട്ട് കുടിച്ചാട്ടാ. എനിക്കൊരു പൊടിക്ക് സ്ഥലമില്ല. പള്ളം അങ്ങനെ വീർത്ത് പൊട്ടാനായിക്കണം. സമയം 7:40. അവസാനം ഒരു കഫേയിൽ കയറിയിട്ടുണ്ട്. ജലാറ്റോ കഫേ കേട്ടോ. അതവിടെ ഇത് എവിടെയാണ്? കൊടുവള്ളി തന്നെ, താമരശ്ശേരിയ, പരപ്പൻ പോയി ജലാറ്റോ കഫേ. കോഫി അടിക്കാൻ മൂപ്പര് കൊടുന്നാണ് പറയട്ടോ. എല്ലാവരും താപാനായിട്ട് കോഫിൻ്റെ ഒക്കെ വീഡിയോ എടുക്കാൻ മറന്നു. അവിടെ ഗോൾഡ് കോഫി, ഇവിടെ ലാറ്റ് ഒക്കെ കഴിഞ്ഞു. ഏതായാലും പോവല്ല, 8 മണിയായി. ഞാൻ വൈൻഡപ്പ് ചെയ്യണം. ആകെ വയ്യ, ടയർഡായി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി സന്ധിക്കുമ്പോഴേ മണിക്കും. ടാറ്റ ബൈ ബൈ സി യു. കൊയ്യാമു ക്ഷീണിതനാണ്. അവല് പള്ളി കിടന്ന് വീർത്തിക്കണല്ലോ. പള്ളം കൊണ്ട് വീർത്ത് പൊട്ടാനായിക്കണം. ഓക്കെ എന്നാ ബൈ ബൈ. പോവാ.